നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത്. അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിയിട്ടാ നേരിട്ട് കാണണം എന്നും ഒരുമിച്ച് താമസിക്കണം എന്നും ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടി പറയുന്നു. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. ബ്രേക്ക് ഇട്ടു. അപ്പൊ ഞാൻ ബാംഗ്ലൂരോട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേ. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഞാനും ബാംഗ്ലൂരോട്ടുണ്ട്, അപ്പൊ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷെ അടുത്ത കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. അപ്പൊ തന്നെ നമ്മളെ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എത്തി ഏർലി മോർണിംഗ്. എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു കോള് വരികയാണ്. അല്ല, എനിക്ക് ആദ്യം മെസ്സേജ് എങ്ങാണ്ട് വന്നേന്ന് തോന്നുന്നു. അജ്മലാണ്, എന്താണ് പരിപാടി, ഫ്രീ ആയിട്ട് പറ, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഈവനിങ് ആയപ്പോ പുള്ളി എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ്. ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതുപോലെ ആൾ ഇന്ദിരാനഗറാണ് സ്റ്റേ ചെയ്യണേ, ആൾക്ക് ഈവനിങ് അപ്പം താൻ ഇങ്ങോട്ട് വാ, നമുക്കൊരു പാർട്ടിയൊക്കെ ചെയ്യാം. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം ഉള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്ര സമയമാകുമ്പോൾ എന്റെ ഹോസ്റ്റൽ അടയ്ക്കും. അപ്പൊ പറഞ്ഞു ഇല്ലടോ, താൻ എന്തായാലും ഇങ്ങോട്ട് വായോ, ഇവിടെ തന്നെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അത് ശരിയാവില്ല, കാരണം എന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമിംഗ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ട് പിന്നെയും ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ എന്താ പറയാ, നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയാ കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയെ ഇപ്പൊ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.